നമസ്കാരം. ലീഗൽ പ്രസത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണ്. അങ്ങനെ നമ്മൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. നമ്മുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ വാങ്ങിവെച്ചു. പക്ഷേ FIR ഇട്ട് പകർപ്പ് തരുന്നില്ല, അന്വേഷണമില്ല, നടപടിയില്ല. അപ്പോൾ കുറ്റകൃത്യം ചെയ്തയാൾ നാട്ടിൽ വിലസി നടക്കുകയാണ്. നമ്മുടെ പരാതിയിൽ പോലീസ് FIR ഇട്ട് തരാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. നമ്മൾ പരിശോധിക്കുന്നത് FIR എന്താണെന്നാണ്. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു കാര്യമാണോ? ഇതൊക്കെ നിയമം പഠിക്കുന്നവർക്ക് മാത്രം പോരെ എന്ന്. തീർച്ചയായും അല്ല. ജീവിതത്തിൽ നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒരു പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമകാര്യമാണ് FIR. FIR എന്താണെന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, FIR എന്തിനാണ് ഇടുന്നത്, FIR ഇടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, FIR ഇടാൻ പോലീസ് വിസമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, FIR എങ്ങനെ റദ്ദാക്കാം, ഇങ്ങനെ FIRമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും ഇവിടെ പറയുന്നുണ്ട്. FIR എന്നതിൻ്റെ പൂർണ്ണരൂപം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ്. പ്രഥമ വിവര റിപ്പോർട്ട് എന്ന് പറയാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ആദ്യമായി ലഭിക്കുന്ന വിവരം. കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ക്രിമിനൽ കുറ്റം നമ്മുടെ ജീവനെയോ സ്വത്തിനെയോ അഭിമാനത്തെയോ രാജ്യരക്ഷയോ ബാധിക്കുന്ന പ്രവൃത്തികൾ കുറ്റമായി ഏതെങ്കിലും ശിക്ഷാ നിയമത്തിൽ നിർവചിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്രിമിനൽ കുറ്റം എന്ന് വിളിക്കുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് അത്തരം പ്രവൃത്തികളെ ക്രിമിനൽ കുറ്റമായി സമൂഹം കണക്കാക്കുന്നത്. ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ശരിക്കും ദേഹോപദ്രവം ഏൽക്കുന്നത് ഒരു വ്യക്തിക്കാണെങ്കിലും അത് സമൂഹത്തിന് മൊത്തത്തിൽ ഭീതി പരത്തുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അത് ക്രിമിനൽ കുറ്റമാകുന്നത്. ക്രിമിനൽ കുറ്റങ്ങൾ നിർവചിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലാണ്. 2024 ജൂലൈ മാസത്തിന് ശേഷം സംഭവിക്കുന്ന കുറ്റങ്ങൾ IPC പ്രകാരമല്ല, പുതിയ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് പരിശോധിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലാണ് കുറ്റകൃത്യമായി തീരുന്ന പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത്. അത്തരം പ്രവൃത്തികൾ തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും നടപടിക്രമങ്ങളും പറയുന്നത് പുതിയ നിയമമായ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലാണ്. നമ്മൾ പറഞ്ഞു വന്നത് FIRനെ കുറിച്ചാണ്. ഇത് എവിടെയാണ് നിർവചിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നിയമത്തിൽ ഒരിടത്തും നിർവചിച്ചിട്ടില്ല എന്നാണ് ഉത്തരം. ഈ സംഹിതയിലൊന്നും FIR കൃത്യമായി നിർവചിക്കുന്നില്ല. ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ച് പോലീസിന് ആദ്യമായി വിവരം നൽകുന്നതിനെയാണ് FIR എന്ന് പറയുന്നത്. നോൺ കോഗ്നിസബിൾ കുറ്റങ്ങളിൽ FIR ആദ്യമേ ഇടുകയില്ല. കോഗ്നിസബിൾ ഒഫൻസുകളിലാണ് പോലീസിന് നേരിട്ട് FIR ഇടാൻ കഴിയുന്നത്. ഇപ്പോൾ കോഗ്നിസബിൾ ഒഫൻസ് എന്താണെന്ന് സംശയമായി. കുറ്റകൃത്യങ്ങളെ അതിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ബെയിലബിൾ, നോൺ ബെയിലബിൾ, കോമ്പൗണ്ടബിൾ, നോൺ കോമ്പൗണ്ടബിൾ, കോഗ്നിസബിൾ, നോൺ കോഗ്നിസബിൾ എന്നിങ്ങനെ ശിക്ഷാ നിയമത്തിൽ തരം തിരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി കൊലപാതകം നോൺ ബെയിലബിൾ കുറ്റമാണ്, ജാമ്യമില്ലാ കുറ്റം. അതുപോലെ നോൺ കോമ്പൗണ്ടബിൾ ആണ്, പണം കൊടുത്ത് ഒതുക്കി തീർക്കാൻ കഴിയില്ല. കോഗ്നിസബിൾ ആണ്, പോലീസ് ഓഫീസർക്ക് ഉടനടി അറസ്റ്റ് ചെയ്യാം. കോടതിയുടെ അനുവാദത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് കോഗ്നിസബിൾ എന്ന് വെച്ചാൽ പോലീസിനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം എന്നർത്ഥം. സാധാരണഗതിയിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം കോടതിക്കാണ്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ അറസ്റ്റ് ചെയ്യാം. എന്നാൽ കോഗ്നിസബിളായി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കുറ്റം ചെയ്തയാളെ പോലീസിന് കോടതിയുടെ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം. അത്തരം കേസുകളിലാണ് FIR ഉടൻ ഇടുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറ്റം ചെയ്തയാൾ രക്ഷപ്പെട്ട് ഒളിവിൽ പോകാതിരിക്കുന്നതിനും തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താതിരിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് കുറ്റാരോപിതനെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇനി കോഗ്നിസബിൾ അല്ലാത്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: A case in which a police officer has no authority to arrest without warrant. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കോഗ്നിസബിൾ അല്ലാത്ത കുറ്റങ്ങളിലൊന്നും പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുമ്പോൾ കുറ്റകൃത്യം കോഗ്നിസബിൾ അല്ലെങ്കിൽ പോലീസ് ഉടനെ FIR ഇടാത്തത്.
പൊതുവെ ഗുരുതരമായി സമൂഹം കണക്കാക്കുന്ന കുറ്റങ്ങളാണ് കോഗ്നിസിബിൾ ആകുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ പൊതുവെ നോൺ കോഗ്നിസിബിൾ ആയിരിക്കും. വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കുറ്റം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിനെ അറിയിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കുറ്റവാളിയെ സഹായിക്കുന്നതായി കണക്കാക്കിയേക്കാം. വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അത് സമൂഹത്തിൽ ക്രിമിനലുകൾ വളരുന്നതിനും അവർ അഴിഞ്ഞാടുന്നതിനും ഇടയാകും. നിയമവാഴ്ച നശിക്കും. പിന്നീട് അവരെ അമർച്ച ചെയ്യുന്നതിന് സ്റ്റേറ്റിന് വലിയ ചെലവുകൾ നേരിടുകയും ചെയ്യും. ഇങ്ങനെ പൗരൻ നൽകിയ വിവരം ലഭിച്ചാൽ പോലീസ് എന്ത് ചെയ്യണം? സെക്ഷൻ 173 BNSSൽ ആണ് കോഗ്നിസിബിളായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച വിവരം ലഭിച്ചാൽ പോലീസ് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്. ഇവിടെ പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രഥമ വിവരം കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നൽകണമെന്നില്ല. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നൽകിയാൽ മതി. 0 FIR എന്നാണ് ഇതിന് പറയുക. ഈ വിവരം വാക്കാൽ നൽകണമെന്നാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ട്രോണിക് രൂപത്തിലും നൽകാം. ഇമെയിലായി അയക്കാം. രണ്ടായാലും വിവരം നൽകുന്നയാൾ അതിൽ ഒപ്പിട്ട് നൽകണമെന്നുണ്ട്. വാക്കാൽ നേരിട്ട് നൽകുമ്പോൾ SHO അത് എഴുതിയെടുക്കുകയും ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും. ഇമെയിലായി നൽകുമ്പോൾ അത് പ്രിന്റ് എടുത്ത് 3 ദിവസത്തിനുള്ളിൽ ഒപ്പിട്ട് നൽകണം. എഴുതിയെടുക്കുന്നതിന് പകരമായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഒപ്പിട്ട് നൽകുന്ന രീതിയും അനുവർത്തിക്കുന്നുണ്ട്. ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റിനെ FIS എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനമാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ നേരിട്ട് നൽകുന്ന വിവരം ഒരു സ്റ്റേറ്റ്മെന്റായി എഴുതിയെടുക്കണം എന്ന് പറഞ്ഞല്ലോ. അതിലാണ് വിവരം നൽകുന്നയാളിന്റെ ഒപ്പുവയ്ക്കേണ്ടത്. പറഞ്ഞുകൊടുത്ത് എഴുതിയെടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ച് കേൾപ്പിച്ച് അതിൽ തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിവരം നൽകിയാൽ ഒപ്പുവയ്ക്കേണ്ടത്. ശരിക്കും ഇങ്ങനെ നൽകുന്ന ഫസ്റ്റ് ഇൻഫർമേഷനാണ് ക്രിമിനൽ നിയമത്തിന്റെ ചക്രങ്ങളെ ചലിപ്പിക്കുന്നത്. ക്രിമിനൽ ലോ ഈസ് സെറ്റ് ഇൻ ടു മോഷൻ എന്നാണ് പറയുക. ആർക്കാണ് ഇൻഫർമേഷൻ നൽകേണ്ടത്? ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നുവെച്ചാൽ സ്റ്റേഷൻ ചുമതലയുള്ള ആൾ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, SHOയ്ക്ക് നൽകാം. അതിനു മുകളിലേക്കുള്ള ഓഫീസർക്കും നൽകാം. ഇത് ഒരു രജിസ്റ്ററിൽ ചേർക്കണം. ഇതിനെ A രജിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകർപ്പ് വിവരം നൽകിയ ആൾക്ക് സൗജന്യമായി അപ്പോൾ തന്നെ നൽകണം. ഇത് പിന്നീട് എപ്പോഴെങ്കിലും കോടതിയിൽ നേരിട്ട് വിവരം നൽകേണ്ടി വന്നാൽ പോലീസിനോട് പറഞ്ഞ മൊഴിയെക്കുറിച്ച് ഓർമ്മ പുതുക്കാൻ സഹായിക്കും. പോലീസിനോട് പറഞ്ഞ വിവരം ഷാൽ ബി റെഡ്യൂസ്ഡ് ടു റൈറ്റിംഗ് എന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമായ വസ്തുതകൾ മാത്രം സംക്ഷിപ്തമായി എഴുതിയെടുത്താൽ മതിയാകും. ആൻ FIR ഈസ് നൈദർ മാഗ്ന കാർട്ട നോർ എൻസൈക്ലോപീഡിയ ഓഫ് ആൻ അക്കറൻസ് എന്നാണ്. കൃത്യത്തെ സംബന്ധിച്ച പരിപൂർണമായ വിവരണം ആവശ്യമില്ല. സംക്ഷിപ്ത വിവരം മതി. പക്ഷേ തെറ്റായ വിവരം ഉൾപ്പെടുത്തുന്നതും പ്രസക്തമായ വിവരം വിട്ടുപോകുന്നതും പിന്നീട് കേസിന് ചെറുതല്ലാത്ത ദോഷം വരുത്തും. ഭാരതീയ ന്യായ സംഹിത അധ്യായം 5 സെക്ഷൻ 64 മുതൽ വിവരിക്കുന്ന പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് ലഭിക്കുന്നതെങ്കിൽ ഒരു വനിതാ പോലീസ് ഓഫീസറെ കൊണ്ട് FIS രേഖപ്പെടുത്തണം. പരാതിക്കാരിയുടെ വസതിയിലോ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തോ വെച്ചായിരിക്കണം വിവരം എടുക്കേണ്ടത്. അത് വീഡിയോഗ്രാഫ് ചെയ്യണം. മാജിസ്ട്രേറ്റിനെ കൊണ്ട് 183 സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണം. ഒരു കോഗ്നിസിബിൾ ഒഫൻസിൽ FIR രജിസ്റ്റർ ചെയ്യാൻ SHO വിസമ്മതിച്ചാൽ വിവരം സൂപ്രണ്ട് ഓഫ് പോലീസിന് അയച്ചു കൊടുക്കണം എന്നാണ്. കുറ്റകൃത്യത്തിന്റെ വസ്തുതകൾ മാത്രം എഴുതിയാണ് അയച്ചു കൊടുക്കേണ്ടത്. സൂപ്രണ്ട് എന്ന് വെച്ചാൽ DPC, ജില്ലാ പോലീസ് ചീഫ്. കമ്മീഷണറേറ്റിലുള്ളിടത്ത് സിറ്റി പോലീസ് കമ്മീഷണർ. അവിടെയും നീതി കിട്ടുന്നില്ലെങ്കിൽ സ്ഥലത്തെ മാജിസ്ട്രേറ്റിന് നേരിട്ട് അപേക്ഷ നൽകാം. ഇങ്ങനെ FIR ഇടാതിരിക്കുന്നത് സെക്ഷൻ 156 BNSൽ പറയുന്നത് പ്രകാരമുള്ള ഒരു പബ്ലിക് റൈറ്റ് വയലേഷൻ ആയിരിക്കും. ഹൂ ക്യാൻ ലോഡ്ജ് FIR? കൃത്യം കണ്ട ആൾക്ക് FIR ഇടാം. അത് വിക്ടിം ആകാം, സംഭവം കണ്ട മറ്റാരെങ്കിലും ആകാം. ഒരു പോലീസ് ഓഫീസർ കൃത്യം കാണുകയാണെങ്കിൽ അദ്ദേഹം SHOയ്ക്ക് വിവരം നൽകണം. SHO നേരിട്ട് കാണുകയാണെങ്കിൽ സുവോ മോട്ടോ ആയി അദ്ദേഹത്തിന് FIR രജിസ്റ്റർ ചെയ്യാം. നേരത്തെ പറഞ്ഞ രീതിയിൽ മാജിസ്ട്രേറ്റിന് നേരിട്ട് ലഭിച്ച വിവരം കൈമാറി കിട്ടിയാലും ആ വിവരം FIR ആയി രജിസ്റ്റർ ചെയ്യാം. സെക്ഷൻ 175(3) PNSS പ്രകാരമാണിത്.
കോർട്ട് എൻഡോഴ്സ്മെന്റ് എന്ന് പറയും. FIRനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 173 മുതലുള്ള സെക്ഷനുകളിൽ ഫോർത്ത് വിത്ത്, ഷാൽ എന്നീ 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. എന്നുവെച്ചാൽ FIR രജിസ്റ്റർ ചെയ്യാൻ യാതൊരുവിധ ഉപേക്ഷയും പാടില്ല എന്ന്. അത് മാൻഡേറ്ററിയാണ്. FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയാൽ ആ സംഭവം സംശയത്തിന്റെ നിഴലിലാകും. FIR വൈകാനിടയായാൽ കാരണം വ്യക്തമായി FIRൽ ജസ്റ്റിഫൈ ചെയ്യണം. ഡിലേ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസ് തള്ളിപ്പോയേക്കാം. തെളിവ് നിയമപ്രകാരം FIR പരിപൂർണമായ ഒരു തെളിവ് രേഖയല്ല, എന്നാലും പരസ്പര പൂരിതമായ തെളിവായി എടുക്കാം. FIRൽ മെറ്റീരിയൽ ഫാക്റ്റുകൾ വിട്ടുപോയാലും പിന്നീടത് തെളിവിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. വനിതകൾക്കും കുട്ടികൾക്കും എതിരായ കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളിൽ ഉടൻ FIR ഇടണം എന്നാണ്. സെക്ഷൻ 173 ആരംഭിക്കുന്നത് എവരി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്മീഷൻ ഓഫ് എ കോഗ്നിസിബിൾ ഒഫൻസ് എന്നാണ്. എന്നുവെച്ചാൽ അതിന്മേൽ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ തന്നെ FIR ഇടാമെന്ന്. ഇങ്ങനെ FIR ഇടാതിരിക്കുന്നത് സെക്ഷൻ 156 BNSSൽ പറയുന്ന പ്രകാരമുള്ള ഒരു പബ്ലിക് റൈറ്റ് വയലേഷൻ ആയിരിക്കും. FIRൽ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ എല്ലാ വിവരവും ഉണ്ടായിരിക്കണം. FIR നമ്പർ, പോലീസ് സ്റ്റേഷന്റെ പേര്, കുറ്റത്തിന്റെ വകുപ്പുകൾ, കുറ്റകൃത്യം സംഭവിച്ച സ്ഥലവും സമയവും തീയതിയും, വിവരം ലഭിച്ച സമയം, GD എൻട്രി നമ്പർ, കുറ്റത്തിൽ ഉൾപ്പെട്ടയാളുടെ വിവരം, ഇരയുടെ വിവരം, വിവരം നൽകാൻ കാലതാമസം വരുത്തിയതിനുള്ള കാരണം, കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വസ്തുവകകളുടെ വിവരം, നൽകുന്ന വിവരത്തിന്റെ ഉള്ളടക്കം, വിവരം നൽകിയ ആളുടെ ഒപ്പ്, ഇങ്ങനെയുള്ള പ്രസക്തമായ വസ്തുതകൾ മാത്രം രേഖപ്പെടുത്തുന്നു. ഒരു കേസിൽ 2 FIR ഇടാൻ പാടില്ല എന്നുണ്ട്. ഇനി ഒരു പ്രസക്തമായ ചോദ്യമാണ്, ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ കഴിയുമോ എന്ന്. FIR റദ്ദാക്കാൻ നിയമത്തിലൊന്നും പറയുന്നില്ല. എന്നാൽ ഹൈക്കോടതിയുടെ ഇൻഹറന്റ് പവർ വിനിയോഗിച്ച് FIR റദ്ദ് ചെയ്യാറുണ്ട്. അത്യപൂർവം കേസുകളിൽ മാത്രമേ FIR ഹൈക്കോടതി റദ്ദാക്കാറുള്ളൂ. കുറ്റപത്രം നൽകിക്കഴിഞ്ഞാൽ FIR റദ്ദാക്കാൻ കഴിയില്ല. കോഗ്നിസിബിൾ ഒഫൻസുകളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. നോൺ കോഗ്നിസിബിൾ ഒഫൻസുകളിൽ വിവരം രജിസ്റ്ററിൽ ചേർത്ത് കോടതിക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ FIR ഇടാൻ കഴിയൂ. കൂടുതലായി മറ്റൊരു വീഡിയോയിൽ പറയാം. നമുക്കെതിരെ ആരെങ്കിലും വിവരം നൽകിയതുവഴി ഒരു FIR ഇട്ടതായി വിവരം ലഭിച്ചാൽ ഉടൻ ജാമ്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഉടൻ അഭിഭാഷകനെ സമീപിച്ച് FIRലെ വകുപ്പുകൾ നോക്കി നമ്മുടെ അവകാശം സംരക്ഷിക്കുന്നതിനാവശ്യമായ കരുതൽ നടപടികൾ സത്വരമായി സ്വീകരിക്കേണ്ടതാണ്. കേരള പോലീസിന്റെ തുണ പോർട്ടലിൽ നിന്നും FIR സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി.